ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മുദാകരാത്തമോദകം സദാ വിമുക്തിസാധകം കരാവതംസകം വിലാസിലോകരക്ഷകം അനായകൈകനായകം വിനാശിതേ ഭദൈത്യകം നതാശുനാശുഭാ വിനായകം. ശ്രീ മഹാഗണപതേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാ ദേവീ ഭക്തന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമങ്ങൾ. ബ്രഹ്മാണ്ഡ പുരാണ അന്തർഗതമായ ലളിതാ സഹസ്രനാമത്തിലെ 55-ാമത്തെ നാമം സുമേരു മധ്യ ശൃംഗസ്ഥ എന്ന നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഈ നാമത്തെക്കുറിച്ച് പറയുമ്പോൾ തന്ത്രശാസ്ത്രപരമായിട്ടും അതുപോലെ തന്നെ ശ്രീചക്രവുമായിട്ടും അതേപോലെ യോഗശാസ്ത്രവുമായി ഒക്കെ വളരെയധികം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നാമമാണ് സുമേരു മധ്യ ശൃംഗസ്ഥ എന്നുള്ളത്. സാധാരണയ്ക്ക് നമ്മൾ ഈ നട്ടെല്ലിനെ മേരുദണ്ഡം എന്ന് പറയാറുണ്ട്. നമ്മളെ നാമം സുമേരു മധ്യ ശൃംഗസ്ഥ എന്നാണ്. അപ്പൊ നട്ടെല്ലിന് പറയുന്ന ഒരു പേരാണ് മേരുദണ്ഡം എന്ന്. ഈ നട്ടെല്ലിന്റെ അടിഭാഗം ത്രികോണാകൃതിയാണ്. ഈ നട്ടെല്ലിന്റെ അടിഭാഗത്തിന് ത്രികോണാകൃതിയാണ്. ഇതിന്റെ മുകുളറ്റം ശിരസിലെ സഹസ്രാര ചക്രത്തിലെ ഒരു ബിന്ദുവും കൂടിയാണ്. വളരെ ഗഹനമായിട്ടുള്ള ഒരു നാമമാണിത്. ഈ ത്രികോണവും ബിന്ദുവുമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീചക്രത്തിന്റെ ആദ്യ മണ്ഡലം എന്നുള്ളത്. ശ്രീചക്രത്തിന്റെ ഭുജം ഓരോന്നും ഓരോ കൊടുമുടിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇവയിലാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് സ്ഥിതി ചെയ്യുന്നത്. ശ്രീചക്രത്തിന്റെ മധ്യത്തിലുള്ള ആ ബിന്ദു സ്ഥാനവും കൊടുമുടി തന്നെയാണ്. അപ്പൊ സുമേരുവിന് സാധാരണയ്ക്ക് ആചാര്യന്മാര് പറയാറുണ്ട് 4 കൊടുമുടികൾ ഉണ്ട് എന്ന്. മധ്യത്തില് പരാശക്തിയും മറ്റ് കൊടുമുടികളില് ഓരോന്നിലായി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും സ്ഥിതി ചെയ്യുന്നു എന്ന് ആചാര്യന്മാര് പറയാറുണ്ട്. ഈ നാമം ശ്രീചക്രവുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ള ഒന്നാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. അത് വ്യക്തമാകണം എന്നുണ്ടെങ്കിൽ ശ്രീചക്രത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് മനസ്സിലാക്കേണ്ടതാണ്. സാധാരണ ശ്രീചക്രത്തെക്കുറിച്ച് ആചാര്യസ്വാമികള് സൗന്ദര്യ ലഹരിയില് 11-ാമത്തെ ശ്ലോകത്തില് അത് വളരെ വ്യക്തമായിട്ട് എന്താണ് ശ്രീചക്രം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ശ്ലോകം ഇപ്രകാരമാണ്: ചതുർഭി ശ്രീകണ്ഠൈഹി ശിവ യുവതിഭി പഞ്ചഭിരഭി പ്രഭിന്നാഭി ശംഭോ നവഭിരഭി മൂലപ്രകൃതിഭി ചതുശ്ചത്വാരിംശത് വസുദള കലാശ്രത്രിവലയാ ത്രിരേഖാഭി സാർദ്ധം തവ ചരണകോണാ പരിണതാഹ എന്നാണ്. അപ്പൊ ഇതില്
ശ്രീചക്രത്തിന്റെ ഒരു വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പറയുന്നു, ശിവാത്മകങ്ങളായ 4 ചക്രങ്ങള്, അവയിൽ നിന്ന് വ്യത്യസ്തങ്ങളും അതേപോലെ തന്നെ ശക്തിയാത്മകങ്ങളുമായ 5 ചക്രങ്ങൾ എന്നിവ ചേർന്നുണ്ടാകുന്ന 9 ചക്രങ്ങള് പ്രപഞ്ച മൂലകാരണങ്ങളായി ഭവിക്കുന്നു എന്ന്. ഈ 9 ചക്രങ്ങളാൽ അല്ലയോ മഹാ ത്രിപുര സുന്ദരി, നിന്തിരുവടിയുടെ ആവാസസ്ഥാനമായിട്ടുള്ള ബിന്ദുവും കോണങ്ങളും ചേർന്ന് അഷ്ടദളം, ഷോഡശദളം, വൃത്തത്രയം, ഭൂപുരത്രയം എന്നിങ്ങനെ നിന്തിരുവടിയുടെ ശരണകോണങ്ങൾ 44 പരിണമിച്ചിരിക്കുന്നു എന്ന്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഗ്രം കീഴ്പോട്ടായിട്ടുള്ള ശ്രീചക്രം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, അഗ്രം കീഴ്പോട്ടായ 5 ത്രികോണങ്ങളുടെ അഥവാ ശക്തി ചക്രങ്ങളുടെ മുകളില് അഗ്രം മേൽപോട്ടായ 4 ത്രികോണങ്ങൾ അഥവാ ശിവചക്രങ്ങൾ വെച്ച രീതിയിലാണ് ശ്രീചക്രത്തിന്റെ ഒരു ഘടന എന്നുള്ളത്. ഈ 9 ചക്രങ്ങളില് ഇവയിലുള്ള ഈ രേഖകള് പരസ്പരം ഖണ്ഡിക്കുകയും ചേരുകയും ചെയ്യുമ്പോഴാണ് 44 ത്രികോണങ്ങൾ ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണ ഒരു ശ്രീചക്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വ്യാഖ്യാനം മറ്റൊരു വിധത്തിൽ പറഞ്ഞാല്, ശ്രീചക്രം ശിവന്റെയും ശക്തിയുടെയും ഒരു രൂപം തന്നെയാണ്. ചതുർഭി ശിവചക്രൈശ്ച ശക്തി ചക്രൈശ്ച പഞ്ചഭി നവചക്രൈശ്ച സംസിദ്ധം ശ്രീചക്രം ശിവയോർവപു എന്നാണ് പ്രമാണ ശ്ലോകം. അതായത് ശിവന്റേതായ 4 ചക്രങ്ങള്, ശക്തിയുടേതായ 5 ചക്രങ്ങള് ചേർന്ന് 9 ചക്രങ്ങള്, ഇവയാണ് ശ്രീചക്രം എന്ന് പറയുന്നത്. ഇത് ശിവന്റെ വപുസ്സാണ് എന്ന് പറയുന്നുണ്ട്. ഈ നമുക്ക് ശ്രീചക്രം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മറ്റൊരു ശ്ലോകം. ബിന്ദു ത്രികോണ വസുകോണ ദശാരയുഗ്മം അന്വശ്ര നാഗദള സംയുത ഷോഡശാരം വൃത്തത്രയം ച ധരണീ സദനത്രയം ച ശ്രീചക്രമേധമുദിതം പരദേവതായ എന്നുള്ളത്. അപ്പൊ നോക്കൂ, ഈ നാമത്തിന്റെ ആ ഗഹനമായ അർത്ഥത്തിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണ്. ശ്രീചക്രം എന്ന് പറയുന്നത് ശ്രീചക്രത്തിന്റെ ശ്രീചക്രത്തിന് മേരു രൂപം ഒന്നുണ്ട്. ശ്രീചക്രത്തെ പറയുന്നത് തന്നെ അതൊരു പ്രപഞ്ചത്തിന്റെ പതിപ്പാണ് എന്ന് പറയാറുണ്ട്. ആചാര്യന്മാർ പറയുന്നുണ്ട് ശ്രീചക്രം എന്നുള്ളത് യന്ത്രരാജനാണ് എന്ന്. അതിന് പറയാനുള്ള കാരണം, ശ്രീചക്രത്തില് എല്ലാ ദേവീ ദേവന്മാരും കുടികൊള്ളുന്നു എന്നാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്ന് വേണ്ട എല്ലാ ആരാധനാമൂർത്തികളും ശ്രീചക്രത്തിൽ കുടികൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീചക്രത്തിന് സാധാരണയ്ക്ക് ശാക്തേയര് യന്ത്രരാജൻ എന്നാണ് പറയാറുള്ളത്. അതിൻ്റെ ഒരു ഘടന ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാണ്. നമ്മളെ നാമം സുമേരു മധ്യശൃംഗസ്ഥാണ്. ശ്രീചക്രത്തിന്റെ മറ്റൊരു പതിപ്പാണ് മേരു രൂപത്തിലുള്ളത് എന്ന്. അതിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ലളിത ത്രിപുരസുന്ദരി എന്നാണ് ആ നാമം സൂചിപ്പിക്കുന്നത്. സുമേരുവിന്റെ ശ്രീചക്രത്തിന്റെ മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ മേരു രൂപത്തില് ശ്രീചക്രത്തെ നിർമ്മിക്കാം നമുക്ക്. അതിന്റെ മധ്യത്തിലുള്ള സുമേരു മധ്യ ആ കൊടുമുടിയില് സ്ഥിതി ചെയ്യുന്നവൾ. അപ്പൊ അത് ശ്രീചക്രം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. ശ്രീചക്രത്തിന്റെ മധ്യത്തില് ഒരു ബിന്ദു കാണാം. അതിനെ സർവാനന്ദമയ ചക്രം എന്നാണ് പറയാറുള്ളത്. ശ്രീചക്രത്തിന്റെ മധ്യത്തിലുള്ള ബിന്ദുവിനെ പറയുന്ന പേരാണ് സർവാനന്ദമയ ചക്രം. ഇനി വീണ്ടും അങ്ങനെ പോവുകയാണെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്കൊരു ത്രികോണം കാണാം അതിൻ്റെ ഉള്ളില്. അതിനെ പറയുന്ന പേരാണ്
സർവസിദ്ധിപ്രദ ചക്രം എന്നുള്ളത്. ഉള്ളിലോട്ട് വീണ്ടും പോവുകയാണെങ്കിൽ അഷ്ടകോണം കാണാം. അത് സർവ രോഗഹര ചക്രം എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളോട്ട് പോയാൽ അന്തർദശാരം, 10 ചക്രങ്ങൾ, ഉള്ളിലുള്ള 10 ചക്രങ്ങൾ, അതിനെ പറയുന്ന പേരാണ് സർവരക്ഷാകര ചക്രം എന്നുള്ളത്. ഇനി വീണ്ടും ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ ബഹിർദശാരം, പുറത്തുള്ള 10 കോണങ്ങള്, 10 ചക്രങ്ങള്, അതിനെ പറയുന്ന പേരാണ് സർവാർത്ഥ സാധക ചക്രം എന്നുള്ളത്. ഇനി വീണ്ടും ഉള്ളോട്ട് പോവുകയാണ് ചതുർദശാരം, 14 കോണുകള് അല്ലെങ്കിൽ ത്രികോണങ്ങൾ കാണാം. അതിനെ പറയുന്ന പേരാണ് സർവ സൗഭാഗ്യദായക ചക്രം എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഖ്യയുണ്ട്. ബിന്ദുവും ത്രികോണവും കൂടെ ചേർത്ത് നമുക്ക് കിട്ടുന്ന ഒരു സംഖ്യയുണ്ട് 44. അതുകൊണ്ടാണ് ചതുശ്ചത്വാരിംശത് വസുദള കലാശ്രത്രിവലയ ത്രിരേഖാഭിസാർത്ഥം തവചരണകോണാ പരിണതാഹ എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ 44 കോണുകൾ കിട്ടും. അത് ത്രിപുര സുന്ദരിയുടെ യന്ത്രത്തിന്റെ രൂപമാണ് എന്നാണ് ആചാര്യന്മാര് പറയുന്നത്. ഇനി ഉള്ളോട്ട് പോയാൽ അഷ്ടദളം കാണാം, 8 ദളങ്ങൾ. അതിന് പറയുന്ന പേരാണ് സർവ സംക്ഷോഭണ ചക്രം എന്നുള്ളത്. ഇനി വീണ്ടും ഉള്ളിലോട്ട് പോയാൽ ഷോഡശദളം, 16 ദളങ്ങൾ കാണാം. ആ ചക്രത്തിന്റെ പേരാണ് സർവാശാ പരിപൂരക ചക്രം എന്നുള്ളത്. വീണ്ടും ഉള്ളോട്ട് പോയാൽ നമുക്ക് കാണാം വൃത്തത്രയം, 3 വൃത്തങ്ങൾ കാണാം. പിന്നെ അടുത്തതായിട്ട് ഭൂപുരത്രയം, ഏറ്റവും പുറത്തുള്ള ചക്രം, അതിനെ പറയുന്ന പേരാണ് ത്രൈലോക്യ മോഹന ചക്രം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ആ ശ്രീചക്രത്തെ കുറിച്ച് ഒന്നും കൂടെ ചിന്തിക്കാം. അഗ്രം കീഴ്പോട്ടായ 5 ത്രികോണങ്ങൾ, അത് ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഇനി അഗ്രം മേൽപോട്ടായിട്ടുള്ള 4 ത്രികോണങ്ങള് അല്ലെങ്കിൽ ചക്രങ്ങള്, ആ ചക്രങ്ങൾ പരമശിവനെ പ്രതിനിധാനം ചെയ്യുന്നു. ഇങ്ങനെ 5 + 4 9 ചക്രങ്ങൾ ചേർന്ന് പ്രപഞ്ചത്തിന്റെ, ഈ ലോകത്തിന്റെ മൂലകാരണമായ നവയോനികൾ ഉണ്ടാകുന്നു എന്ന് ആചാര്യന്മാർ പറയുന്നു. നമ്മുടെ ശരീരത്തില് ശരീരകാരണങ്ങളായിട്ടുള്ള 9 ധാതുക്കള് നവയോനിയിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഈ 5 + 4 എന്നുള്ള ആ ഇതിൽ നിന്നും 5 ധാതുക്കൾ ഏതെന്ന് നോക്കുകയാണെങ്കിൽ അത് ത്വക്ക്, രക്തം, മാംസം, മേധസ്, അസ്ഥി. ഇവ ശക്തിയുടെ പ്രതീകങ്ങളാണ് എന്നാണ് പറയുന്നത്. 5 ചക്രങ്ങള് ദേവ്യാത്മകമായിട്ടുള്ള 5, ശിവാത്മകങ്ങളായിട്ടുള്ള 4 ചക്രങ്ങള്. അപ്പൊ ശക്തിയാത്മകങ്ങളായ ശ്രീചക്രത്തിലെ ഈ 5 ഇതിനെ ശരീരകാരണങ്ങളായിട്ട് 9 ധാതുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ധാതുക്കള് ഈ പറയുന്ന നവയോനിയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നതെന്ന് ആചാര്യന്മാർ പറയുന്നു. ഇതില് 5 ധാതുക്കൾ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞു, ത്വക്ക്, രക്തം, മാംസം, മേധസ്, അസ്ഥി തുടങ്ങിയവ. ഇതൊക്കെ ശക്തിയുടെ റെപ്രസെന്റേഷൻസ് ആണ്. ഇനി 4 ധാതുക്കള്, ഇതെല്ലാം നവയോനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ നവയോനി ചക്രത്തിൽ നിന്നാണ്. ഈ ചക്രത്തിന് നവയോനി ചക്രം എന്നും പറയാറുണ്ട്. ഈ 4 എണ്ണം ധാതുക്കൾ, മജ്ജ, ശുക്ലം, പ്രാണങ്ങൾ, ജീവൻ ഇവയാണ്. ഇവയെല്ലാം ശിവാത്മകങ്ങളാണ് അല്ലെങ്കിൽ ശിവമയങ്ങളാണ് എന്ന് ശാക്തേയര് പറയാറുണ്ട്. അപ്പോ ഇവിടെ നവധാതുക്കൾ 9 നവയോനിയിൽ നിന്നുണ്ടായി. 10ാമത്തേത് യോനി ജീവരൂപമായ പരാശക്തി തന്നെയാകുന്നു എന്നും ഈ നാമത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോ വളരെ മനോഹരമായിട്ടാണ് വാഗ്ദേവതമാര് തത്വാധിഷ്ഠിതമായിട്ടാണ് ഈ നാമത്തെ നൽകിയിട്ടുള്ളത്. സുമേരു മധ്യ ശൃംഗസ്ഥ എന്നുള്ള നാമം വളരെ ഭക്തി ശ്രദ്ധയോടുകൂടി
ഇത് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരാശക്തിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.